നമസ്കാരം, വിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഇതുപോലെ തക്കാളിയൊക്കെ വില കുറച്ച് കിട്ടുന്ന സമയത്ത് നമ്മൾ കുറേ അധികം വാങ്ങിച്ച് കൂട്ടി വയ്ക്കും അല്ലേ. എന്നിട്ട് പിന്നെ തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോയി അങ്ങനെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ തക്കാളി പെട്ടെന്ന് കേടാകാതെ നമുക്ക് ഈസി ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ അതിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാവേ. തക്കാളി ആദ്യം തന്നെ കഴുകി അതിൻ്റെ വെള്ളമയമെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു മെഴുകുതിരി ഇങ്ങനെ അങ്ങ് കത്തിക്കുക. എന്നിട്ട് ആ മെഴുകുതിരി ഉരുക്കി ഇതിൻ്റെ ആ ഒരു ഞെടുപ്പ് ഭാഗം വരുന്നതോടെ ഉണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് 2 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ തക്കാളിയിലും ഇതുപോലെ ഒന്ന് ചെയ്തിങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്നൊന്നും ഇങ്ങനെ കേടായി പോകത്തില്ല. ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കണമെന്നൊന്നുമില്ല, നമ്മൾ വെളിയിൽ തന്നെ വെച്ചാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാകാതെ ഇരുന്നോളൂ. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഓരോ തക്കാളി എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ആ മെഴുകി ഇതുപോലെ കൈകൊണ്ടൊന്ന് കുത്തിക്കളയാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നമ്പർ 2. ഇതുപോലെ നമ്മൾ കാസറോളിൽ ചപ്പാത്തിയൊക്കെ ചൂടാറാതെ എടുത്ത് വെക്കാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു ഇഞ്ചി കഷ്ണം എടുത്തിട്ട് ഈ ചപ്പാത്തിയുടെ അടിയിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ ചപ്പാത്തിക്ക് നമ്മൾ ഈ പാത്രം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ചപ്പാത്തിക്ക് നല്ല രുചിയും കൂടും, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഇഞ്ചി വെച്ചിട്ട് നമ്മളിങ്ങനെ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ടിപ്പ് നമ്പർ 3. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും ഇതുപോലെ നമ്മൾ വായിച്ച ശേഷം മാറ്റി എവിടെയെങ്കിലും അടുക്കി കെട്ടി വെച്ചിട്ടുള്ള കുറേ പഴയ പത്രപേപ്പറുകൾ അല്ലേ. ഇത് അവസാനം കുറേ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് സാധാരണ തൂക്കി വിൽക്കാറാണ് പതിവ്. അപ്പം ഇനി ആരും ഇങ്ങനെയുള്ള പത്രപേപ്പറുകളൊന്നും ഇനി തൂക്കി വിൽക്കേണ്ട. നമുക്കിത് ഒത്തിരി ഉപകാരത്തെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് പല തരത്തിലുള്ള ഉപയോഗം ഉള്ളവയാണ്. പൊതുവേ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ളവരാണ് നമ്മളിൽ പലരും. കാരണം ചപ്പാത്തി ഉണ്ടാക്കുന്നത് തന്നെ ഒരു വലിയ പാടായിട്ടുള്ളൊരു പണിയായിട്ടാണ് പലർക്കും തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും പരിസരങ്ങളും മൊത്തം ആ ഒരു ഗോതമ്പ് പൊടി എല്ലാം കൂടെ വീണിട്ട് ആകെപ്പാടെ വൃത്തികേടുമാകും. അപ്പോൾ ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു പത്രപേപ്പർ അങ്ങോട്ട് വിരിച്ചിടുക. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ, അതായത് ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒരു പത്രപേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തെറിക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ ഈ ഒരു എന്താ പറയുക പത്രപേപ്പറിലേക്ക് തന്നെ അങ്ങ് വീണോളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു പരിസരം ഒന്നും വൃത്തിയാകത്തില്ല. അപ്പോൾ നോക്കിയേ, ഇതുപോലെ നമ്മൾ ഈ കുഴയ്ക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് ഗോതമ്പ് പൊടിയൊക്കെ വീഴാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയേ, ചപ്പാത്തി പരത്തുന്ന ഈ സമയത്ത് കണ്ട ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 4 വശത്തും ഈ ഗോതമ്പ് പൊടി വീഴാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പത്രപേപ്പർ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തുകയാണെങ്കിൽ നോക്കി ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. നമുക്ക് ഒത്തിരി പണി കുറയും. കാരണം ഇത് കണ്ടോ, ഇപ്പം നോക്കിയാൽ നമ്മൾ ചപ്പാത്തി പരത്തിയ ഒരു സ്ഥലമാണെന്ന് കൂടെ പറയില്ലേ. കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു പേപ്പറും കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ചപ്പാത്തിയൊക്കെ കൂടുതൽ ഉണ്ടാക്കി കണ്ടെയ്നറുകളിൽ അടച്ചു വെക്കാറുണ്ടല്ലേ. പിന്നീട് നമ്മളത് എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു സമയത്ത് കുറച്ച് വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ വീണിട്ട് ചപ്പാത്തി ആകെ ഒരു നനഞ്ഞതുപോലെ ചിലപ്പോൾ തോന്നാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലൊന്ന് വിരിച്ചു കൊടുത്താൽ മതി. ഇനി ടിഷ്യൂ പേപ്പർ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം പത്രപേപ്പർ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മളൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഒരു നനവുണ്ടാവത്തില്ല. അപ്പം ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഇതുപോലൊരു പത്രപേപ്പർ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ നമ്മൾ ഒരുക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പും അടുക്കളയൊക്കെ വൃത്തികേടാകാതൊക്കെ ഇരിക്കും. ഉള്ളിയുടെയും സവാളയുടെയും തൊലിയും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമ്മൾ ആ അരിയുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പത്രപേപ്പറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുത്ത് കളയാനും പറ്റും. ഇത് എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പേപ്പർ അങ്ങനെ അങ്ങ് ചുരുട്ടി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ ആണെങ്കിലും കൗണ്ടർ ടോപ്പൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ടേ ഇരുന്നുള്ളൂ. നമുക്ക് എന്താ പറയുക, നമ്മുടെ ജോലി ഒത്തിരി കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ പിന്നെ ചില അടുക്കളയിലൊക്കെ ചെന്നാൽ അറിയാം, സവാളയുടെ തൊലി ഒരു വശത്ത് ഇങ്ങനെ കൂട്ടിയിടും, പച്ചക്കറിയെല്ലാം അരിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കൗണ്ടർ ടോപ്പുകളിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇട്ടിട്ട് ആകെപ്പാടൊരു വൃത്തികേടായ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പച്ചക്കറി അരിയുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ജോലി കുറഞ്ഞു കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം പേപ്പർ എടുക്കാം. എന്നിട്ടത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കാവേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ
മടക്കിയെടുത്തു ചെറുതായിട്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചിലപ്പം നമ്മുടെ ഡോറൊക്കെ കറക്റ്റായിട്ട് അടഞ്ഞൊന്നും വരത്തില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ അലമാരയുടെയൊക്കെ ഡോറ് നമ്മൾ തുറന്ന് കിടക്കുന്നത് കറക്റ്റായിട്ട് അത് അടയുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് ഇതേപോലെ ചെറിയൊരു പീസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളങ്ങോട്ട് അടയ്ക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. മിക്ക വീടുകളിലും ഡോറിനൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കാണുന്നത്. നമ്മൾ ചേർത്ത് അടച്ചാൽ അത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ മടക്കി വെച്ചാൽ മതിയേ. ഇതുപോലുള്ള കുപ്പി പ്ലേറ്റുകളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പം അതിൻ്റെ അടിയിൽ ഓരോന്നായിട്ട് ഇതേപോലുള്ള പേപ്പറുകൾ വെച്ചിട്ടാണ് അവർ തരുന്നത്, ഓരോന്നിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട്. അതിങ്ങനെ പാത്രമൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനും പോറൽ വരാതിരിക്കാനും ഒക്കെ ആയിട്ടാണേ. അപ്പം ചിലപ്പം ഇതൊക്കെ ചില സമയത്ത് ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറിയ ചെറിയ പേപ്പറുകൾ ഇതുപോലൊന്ന് കട്ട് ചെയ്യുക. ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ പത്രപ്പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. പൊട്ടലോ പോറലോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ പേപ്പർ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഇതുപോലെ അടുക്കി വയ്ക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ന്യൂസ് പേപ്പർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ കിച്ചണിൽ എവിടെയെങ്കിലും ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരമുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് മറിഞ്ഞു വീണ് നമുക്കൊന്ന് തൂത്ത് തുടച്ച് കളയണമെങ്കിൽ ഇതുപോലെ പേപ്പർ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതായത് എണ്ണയൊക്കെ മറിഞ്ഞു വീണെങ്കിൽ നമ്മൾ തുണിയൊക്കെ വെച്ച് തൂക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തൂത്ത് വൃത്തിയാക്കി ഇടാം. അതായത് ഇച്ചിരി അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പേപ്പർ വെച്ചിട്ട് അനായാസം നമുക്കത് ക്ലീൻ ആക്കി എടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള നല്ല സാരിയൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ സാരിയൊക്കെ കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു നൂലിൻ്റെ പകിട്ടൊക്കെ നഷ്ടപ്പെട്ടിട്ട് സാരി ആകെപ്പാടെ അഴുക്കായി പോകും. അപ്പം നമ്മൾ ഇങ്ങനെ സാരിയൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പത്രപ്പേപ്പർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ സാരി ഇരുന്നോളും. സാരിക്ക് കേടുപാടുകളൊന്നും സംഭവിക്കത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഷർട്ടൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഷർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പത്രപ്പേപ്പറും നമ്മൾ കടയിൽ നിന്നും കിട്ടത്തില്ലേ, കട്ടിയുള്ള പേപ്പറൊക്കെ വെച്ചിട്ട് മടക്കിയിട്ടല്ലേ കടയിൽ നിന്ന് നമ്മൾ പുതിയ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ അയൺ ചെയ്യുന്ന സമയത്തും ഇതുപോലെ പത്രപ്പേപ്പർ മടക്കി ഒന്ന് കട്ടിക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഷർട്ടൊക്കെ നമ്മൾ അയൺ ചെയ്ത് മടക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നോളും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് വാഴക്കൊലയാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു വാഴ കൊലച്ചാൽ അത് സാധാരണ നമ്മൾ കടയിലൊക്കെ പഴുക്കാറാകുന്ന സമയത്ത് അല്ലെങ്കിൽ പഴുത്ത് കഴിയുമ്പം കടയിൽ കൊടുക്കാറാണ് പതിവ് അല്ലേ. ഇനി നമ്മളങ്ങനെ കടയിൽ കൊടുക്കുന്നില്ല, നമുക്ക് തന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണെങ്കിൽ നമുക്കത് ആദ്യമേ തന്നെ നമുക്കത് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഒട്ടും പാഴാക്കാത്ത രീതിയിൽ നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഇത് കൊല ഉണ്ടായി വന്ന് ഏകദേശം ഒരു പരുവമായ സമയത്ത് നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ താഴ്ഭാഗത്തൊക്കെ കാണുന്നത്. അപ്പോൾ അത് കറി വയ്ക്കാനായിട്ടൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പലപ്പോഴായിട്ട് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുണ്ടെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മളിത് ഉപയോഗപ്പെടുത്തി. അതിനുശേഷം ഏകദേശം ആ ഒരു പഴുക്കാനുള്ള ആ ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത് ഇത് ഒറ്റയടിക്ക് മുഴുവനും അങ്ങോട്ട് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഇത് മുഴുവൻ നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേശ്ശെയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം ഈ മുകൾ ഭാഗത്തെ പടലയൊക്കെ നമുക്ക് ഓരോരോ പടലകളായിട്ട് നമുക്ക് എടുത്ത് നമുക്ക് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ പഴുത്തത് മുഴുവൻ വേസ്റ്റായി പോകത്തില്ല. ഇതിപ്പോൾ ഞാനത് കണ്ടോ, മേൽഭാഗത്തുനിന്ന് ഒരു പടല ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ അത് പഴുത്ത് കഴിയും. അപ്പോൾ നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം അപ്പോഴേ പിന്നെ നമുക്ക് അടുത്ത പടല നമുക്ക് ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മുറിച്ച് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ നിന്ന് പഴുക്കും. എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് എടുത്ത് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനിടയ്ക്ക് നമുക്ക് ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കണമെങ്കിൽ താഴെ ഭാഗത്തൊന്നും നമുക്ക് കുറച്ച് കായ നമുക്ക് അടർത്തിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് മാക്സിമം ഇത് പലതരത്തിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ കൊടുക്കാനുള്ളതാണെങ്കിൽ നോ പ്രോബ്ലം, നമുക്കത് അങ്ങനെ മൂത്ത് പാകമാകുന്ന സമയത്ത് നമുക്ക് വെട്ടിക്കൊടുക്കാൻ പറ്റും. അപ്പം മിക്കവാറും നമ്മളിവിടെ വീട്ടിലേക്ക് എടുക്കാനുള്ളതാകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏത്തക്കൊല ഒരു നമുക്ക് കറിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവം ആകുന്ന സമയത്ത് തന്നെ നമ്മൾ താഴ്ഭാഗത്തു നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കായകൾ അടർത്തിയെടുത്ത് നമ്മൾ പലതരത്തിലുള്ള കറികളൊക്കെ വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിലിങ്ങനെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ ഇതുപോലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ മൈദ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മൈദപ്പിടെ പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ അതുകൊണ്ട് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. ഡെയിലി നമ്മൾ വാർത്തകളൊക്കെ വായിച്ചതിന് ശേഷം തൂക്കി വിൽക്കുന്ന ഈ പഴയ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാനം ആയാൽ എങ്ങനെയുണ്ടാവും?
വളരെ നല്ലതല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക, ഒരു ഫുള്ളായിട്ടുള്ള പേപ്പർ എടുക്കുക. അതിനുശേഷം എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് മടക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതിയേ. മുഴുവനായിട്ട് മടക്കരുത്. ഈ ഒരു ഭാഗത്ത് അല്പം വിട്ടിട്ട് വേണം മടക്കാനായിട്ട്. ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. അപ്പോൾ മൈദ നമ്മൾ വെച്ചിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വലിയ പൈസയൊന്നും നമുക്ക് ചിലവാകുന്നില്ല. മൈദയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ. അപ്പം ഇതുപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ മൈദ തേച്ച് നമ്മൾ ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് എടുക്കാം. ഈ ഒരു സൈഡ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കുക കേട്ടോ. ഇതുകൊണ്ട് രണ്ട് സൈഡും ഇതുപോലെ എടുക്കുക. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പം കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഇവിടെ ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് റെഡിയാക്കി നോക്കുക. അതിനുശേഷം ഇതുണ്ട് ഇതേപോലെ നമുക്ക് ഇവിടെ പശ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനൊന്ന് നമുക്ക് ആദ്യം ഒട്ടിച്ചെടുക്കാം. ഇവിടെ പശ തേക്കുക, ഇങ്ങനെ ഒട്ടിക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കി ഇങ്ങോട്ടും മടക്കി ഇവിടെയും ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡും ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അല്പസമയം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ കടകളിൽ നിന്ന്, നമ്മുടെ പലചരക്ക് കടകളിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു പേപ്പർ കവർ ഉണ്ടല്ലോ, ആ സംഭവമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഒരുപാട് കവറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പത്ര പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒത്തിരി കവറുകൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഒന്നോ രണ്ടോ ഉണ്ടാക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കി നമുക്ക് അനായാസം ഇഷ്ടം പോലെ കവറുകൾ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ, അതായത് പലചരക്ക് കടകളിലൊക്കെ നമ്മൾ ചോദിച്ച് ഒന്ന് ചെറുതായിട്ടൊരു ഓർഡറൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ഇതേപോലുള്ള കവറുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. ഇപ്പോൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള കവറുകളൊക്കെ ഈസി ആയിട്ട് ചിലവായി പോകുന്നതാണ്. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ പഴയ ന്യൂസ് പേപ്പറുകളൊക്കെ വെറുതെ കളയാതെ കണ്ട് ഇതുപോലുള്ള രീതിയിലൂടെയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരു 2-3 കടയുടെ ഓർഡറൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതുപോലുള്ള പേപ്പറുകളൊക്കെ ഉണ്ടാക്കി, പേപ്പർ കവറുകളൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.